വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സ്നേഹം, ആദരവ്, ബഹുമാനം, വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം കേവലം അവന്റെ മാർക്കിലോ അതല്ലെങ്കിൽ അവന്റെ റാങ്കിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് അവന്റെ അറിവിനോടൊപ്പം വളരേണ്ട മറ്റൊന്നാണ് അവന്റെ സ്വഭാവ മഹിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും മഹത്വമായ സ്വഭാവം പൂർത്തീകരിക്കുവാൻ ഞാൻ നിയുക്തനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വിദ്യാർത്ഥികളെ, വിദ്യ നേടുക എന്നത് ഒരു ഇബാദത്താണെങ്കിൽ ആ വിദ്യ കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ വിജയം. വിദ്യാലയം എന്നത് കേവലം വിദ്യ നേടുന്ന ഒരു കേന്ദ്രം മാത്രമല്ല, അതിനെല്ലാം പുറമെ അത് സൗഹൃദത്തിൻ്റെയും കൂടി ഒരു വിദ്യാലയമാണ്. അവിടെ നാം എല്ലാവരെയും അവരുടെ ജാതിയോ അവരുടെ മതമോ അതല്ലെങ്കിൽ അവരുടെ നിറമോ സാമ്പത്തിക അവസ്ഥയോ എന്നീ വിവേചനങ്ങളില്ലാതെ പരസ്പരം സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. പരസ്പര സ്നേഹമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുക. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ സഹപാഠികൾക്ക് നമുക്ക് ലഭിക്കുന്ന മാർക്കുകളും റാങ്കുകളും സൗകര്യങ്ങളും സന്തോഷങ്ങളും എല്ലാം തന്നെ അവർക്കും ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം ജനിക്കുന്നത്. നമുക്ക് ആദരവിലേക്ക് വരാം. നമ്മെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ അവന്റെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം അത് അവന്റെ അധ്യാപകനാണ്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് കൈവരിക്കണമെങ്കിൽ തീർച്ചയായും നാം നമ്മുടെ അധ്യാപകരെ ആദരിക്കുക തന്നെ വേണം. നമുക്ക് കാണാം, ഖലീഫമാരും പണ്ഡിതന്മാർ പോലും അവരുടെ ഗുരുനാഥന്മാർക്ക് മുമ്പിൽ തല കുനിച്ച് വിനയത്തോടു കൂടി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അറിവ് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നാം നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കുക തന്നെ വേണം. അതിൽ നിന്നൊരു വിട്ടുവീഴ്ചയുമില്ല. അവരെ കാണുമ്പോൾ നാം പുഞ്ചിരിക്കുക, അവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതെല്ലാം ഒരു നല്ല വിദ്യാർത്ഥിയുടെ ഗുണങ്ങളാണ്. നാം സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നാം ധാരാളം ആൾക്കാരെ കാണും. അവരിൽ മുതിർന്നവരെ നാം ബഹുമാനിക്കുക, ചെറിയവരെ നാം സ്നേഹിക്കുക. നമുക്ക് വളരെ ലളിതവും അതുപോലെ തന്നെ മനോഹരവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പഠനം കാണാം. ലൈസ മിന്നാ മൻ ലം യർഹമ സഗീറനാ വയഅരിഫ് ശറഫ കബീറനാ. തീർച്ചയായും നമ്മേക്കാൾ ഇളയവരെ സ്നേഹിക്കാത്തവനും അതുപോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും ഒരിക്കലും നമ്മിൽപ്പെട്ടവനല്ല. ഈ ഒരൊറ്റ പഠനത്തിലൂടെ എങ്ങനെയാണ് സ്നേഹവും ആദരവും എല്ലാം തന്നെ വിശ്വാസവുമായി കൂട്ടി ലയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മുതിർന്നവരെ കാണുമ്പോൾ വഴിമാറി കൊടുക്കുകയും അതുപോലെ തന്നെ വളരെ വിനയത്തോടു കൂടി അവരോട് സംസാരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യ നേടുന്നത് ഒരിക്കലും തലക്കനം കൂട്ടാനല്ല, മറിച്ച് നമ്മുടെ എളിമയും വിനയവും എല്ലാം വളർത്തുവാനാണ്. വിദ്യയുള്ളവൻ, അറിവുള്ളവൻ എപ്പോഴും കതിരപ്പൂ പോലെ വിനയമുള്ളവനായിരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും, ഈ യുവതലമുറ മുഴുവൻ തൻ്റെ നിത്യജീവിതത്തിൽ സ്നേഹവും ആദരവും ബഹുമാനവും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് സർവശക്തനായ അള്ളാഹുവിൻ്റെയും നബി തിരുമേനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പ്രിയപ്പെട്ടവരിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.